പ്രധാന വാർത്തകൾ വീണ്ടും. തലസ്ഥാനത്ത് ഗ്രൂപ്പ് യോഗത്തെ തുടർന്നുണ്ടായ സംഘടനത്തിൽ തന്റെ ഉടുമുണ്ട് ഉരിഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്ന അംബുജാക്ഷൻ ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന മാനിച്ച് സമരം അവസാനിപ്പിക്കാൻ തയ്യാറായി. നമസ്കാരം. നമസ്കാരം. മുണ്ടുരിഞ്ഞതിനെതിരെ താങ്കളുടെ പ്രതികരണം എന്താണ്? എന്റെ മുണ്ടുരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റാക്കി ഫ്ലാറ്റിലിരുത്തും. 3 ദിവസമായി മുണ്ടുടുക്കാതെ സമരം തുടരുന്ന അംബുജാക്ഷനെ പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടി മുണ്ടുടുപ്പിച്ചു. ലക്ഷം പിന്നാലെ ഞങ്ങളുടെ ഓമന നേതാവേ, മുണ്ടുടുത്ത നേതാവേ, മുണ്ടുടുത്ത നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഇന്ന് എന്റെ മുണ്ട് ഊരിയെങ്കിൽ നാളെ നിങ്ങളുടെ അണ്ടർവെയർ ഊരുമെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. മതി മതി, ഇനിയിപ്പോ എല്ലാവരും സ്വന്തം വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് പോവാ. ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. അപ്പൊ ഊണില്ലേ? ഒന്ന് പോടെ. ചേച്ചമ്മേ, എന്തെങ്കിലും കഴിക്കാനെടുക്ക്. ആ, ഇതാര്? കുട്ടി സഖാവോ? ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എപ്പ എത്തി? കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, നാക്ക് ഫുൾ ബോഡി ആയിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ചേച്ചിയമ്മയുടെ ഒരു ഭാഗ്യം. അല്ല, എത്ര പേരവിടെ കാഞ്ഞു? അവിടെ ഒരു കുഴപ്പമില്ല. കണ്ണൂരെ റിസൾട്ട് ഒക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. നിങ്ങളുടെ പാർട്ടി ജയിച്ചു. ചുമ്മാതല്ല, കള്ളോട്ട് ചെയ്തിട്ടില്ലേ? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, ഒരു ഒറ്റ കള്ളവോട്ട് അവിടെ വീണിട്ടില്ല. അത്രയ്ക്ക് സത്യസന്ധമായിട്ടാണ് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തത്. കണ്ണൂരിലെ കാര്യം അങ്ങോട്ട് വിട്. ബംഗാള് എന്തിന് ചൈന കള്ളോട്ടിന്റെ പെരുന്നാളായിരുന്നില്ലേ? ചൈനയിൽ വോട്ടിംഗ് മതി മതി, നിർത്ത്. ഇതൊരു നിയമസഭയല്ല. കറക്റ്റ്, അങ്ങനെ പറ ചേച്ചി. നിന്നോട് കൂടി തന്നെ പറഞ്ഞത്. കുഞ്ഞേട്ടൻ ഉണ്ടായിരുന്നപ്പോ ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാരി ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ നീ? അതെങ്ങനെ സംസാരിക്കാനാ? പാർട്ടി കളിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോ എനിക്കൊരു ജീവിതം തന്ന സഖാവ് കുഞ്ഞേട്ടനല്ലേ? ആ, അത് ഓർമ്മയുണ്ടായിരുന്നാ മതി. വന്നു വല്ലതും കഴിക്കാൻ നോക്ക്. അല്ല അമ്പി, നിനക്ക് പ്രായം ഇത്രയായില്ലേ? ഇപ്പോഴത്തെ ഈ തമ്മിലടി രാഷ്ട്രീയം കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് വല്ല ഭാവിയുണ്ടോ? പേരിനൊരു ഗ്രൂപ്പ്, കൂടെ കുറച്ച് ഗുണ്ടകളുണ്ടെങ്കിൽ ഭാവി ജീവിതം ഭദ്രം. കൂടാത്തതിന് എന്റെ പ്രകടനങ്ങൾ ടിവിയിൽ കണ്ട് ഒരു ആക്ഷൻ ഡയറക്ടർ അന്തം വിട്ട് ചിരിച്ച് അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ കോമഡി വില്ലൻ എന്ന കരാർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി കതറ വിട്ട് ശുപാർശക്കായി സെക്രട്ടേറിയറ്റിലോട് ചെന്ന അവന്മാര് ചവിട്ടി പുറത്താക്കും. നോക്കിക്കോ, അണ്ണന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിൽ പിടിപാടും ഇതോടെ ക്ലോസ്. ഞൊട്ടും. ഏതവൻ ഭരിച്ചാലും സെക്രട്ടേറിയറ്റിന്റെ തീറാധാരവി അമ്പയണ്ണന്റെ കയ്യിൽ തന്നെ. തെളിയിക്കണോ? ആ, വേണം. എങ്കിൽ 24 മണിക്കൂറിനകം എനിക്കൊരു ട്രാൻസ്ഫർ ഒപ്പിക്കണം. ട്രൗസറോ? ഓ, ട്രൗസർ അല്ല, ട്രാൻസ്ഫർ. ട്രാൻസ്ഫറാ? കണ്ണൂരേക്ക്. എന്റെ അമ്മോ, ചുടുകാട്ടിലേക്ക് വേണം. ഒപ്പിച്ചേരാം, പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല. നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം. വെല്ലുവിളിയാണോ? എങ്കിൽ നടക്കും. സ്വന്തക്കാരനാണെങ്കിലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. നീ മറ്റേ പാർട്ടിയാ. അപ്പൊ കണ്ണൂരിലേക്ക് ഒരു ട്രാൻസ്ഫർ. എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയേ. എന്തു വിട്ടുകൊടുക്കരുത്, വെട്ടി നുറുക്കണം എല്ലാത്തിനെയും. ശശിധരൻ മാസ്റ്ററെ വെട്ടിക്കൊല്ലാൻ കെണിയൊരുക്കിയത് അവനാ. ഓരോത്ത് രാഘവൻ, അവനിപ്പോ MLA.
എന്റെ കാലേ തളർന്നിട്ടുള്ളൂ. ഇലക്ഷൻ വരെ ഒന്ന് അടങ്ങിയപ്പോ ഭരതൻ 10 താഴ്ത്തി എന്ന് കരുതി. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അവനങ്ങ് വരട്ടെ. അറുത്തെടുക്കണ എംബോക്കിയുടെ കാലുകൾ. എന്ത് മണ്ഡല പര്യടനം നടക്കില്ലെന്നോ? നമ്മുടെ 2 സഖാക്കളെ കൊന്നു. ഓഹോ, അപ്പൊ ഭരതൻ കളി തുടങ്ങി. ചോരയ്ക്ക് ചോര, ജീവന് ജീവൻ. ഈ രാഘവന്റെ താണ്ഡവം കാണാൻ പോകുന്നേ ഉള്ളൂ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ കണ്ണു പിടിച്ച് നടക്കുക കളർ റാസ്കൽ. ഞാൻ സാർ ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പൊ താനരാ? അവൻ പറഞ്ഞു വിട്ടല്ലേ? എനിക്കറിയാം. ഈ നാട് ചുട്ടെരിയുമ്പോ അന്തകന്റെ നിഴല് പോലെ അവൻ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടാവും. എനിക്ക് നിയമം നടപ്പാക്കണം. എവിടെ അവൻ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. ഞാനിവിടെ ജോയിൻ ചെയ്യാമെന്ന് മറിയ ഡോക്ടറാ. എല്ലാം കണ്ട് പേടിച്ചിങ്ങോട്ട് ഓടിക്കയറിയതാ. അപ്പൊ ഇന്നാട്ടി പുതിയതാ? കൊലപാതകം ഇവിടെ ഒരു തമാശയാ. 2-ന് 2 ഈക്വൽ സ്കോർ. അപ്പൊ മൃഗം ഡോക്ടറാ? അതെ. അതെ, ഈ നാട്ടിൽ ചികിത്സിക്കേണ്ടത് മൃഗങ്ങളെയല്ല, വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ മൃഗങ്ങളെയാ. എന്താ രാവിലെ കഴിച്ചത്? ഗോതമ്പ് പുട്ടും പപ്പടവും. പശുവോ? പശുവല്ല, ഞാൻ. അത് ശരി. തന്റെ കാര്യമല്ല, പശുവിന്റെ കാര്യമാണ് ചോദിച്ചത്. 2 ദിവസമായിട്ട് തീറ്റയില്ല, കുടിയില്ല. കല്യാണം കഴിഞ്ഞതാ? പശുവിന്റെയാ. ഇപ്പൊ ചോദിച്ചത് തന്റെ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മക്കള്? 3. വെരി ഗുഡ്. അപ്പൊ രോഗം പിടികിട്ടി. ആരുടെ? പശുവിന്റെ. ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാ. അയവർക്കണ കണ്ടില്ലേ? ഇങ്ങനെ പഴയതൊക്കെ വയ്ക്കുന്നു പോയ ക്ലീൻ. അതായത് വയറിളക്കി കളയണം. അതിനുള്ള മരുന്ന് ഞാൻ തരാം. പ്രഭുദേവേ. എന്താ? ഈച്ച. എടാ പ്രഭുദേവേ. പ്രഭുദേവ നിന്റെ അച്ഛൻ. ആ വയറിളക്കി ഉണ്ടാ. ഇയാളെ ഒരു കാര്യം.